കേരളത്തിൻ്റെ പുരോഗമന സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമാണ് കേരളത്തിൻ്റെ ഒരു സാമുദായികമായിട്ടുള്ള ബാലൻസിങ് എന്ന് പറയുന്നത്. പല സമുദായ സംഘടനകളും പറയും ഞങ്ങളുടെ സമുദായത്തിന് അർഹമായത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ സമുദായത്തിന് അവകാശപ്പെട്ടതൊക്കെ മുസ്ലിം സമുദായം ലീഗ് കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ സാമുദായിക സന്തുലിതാവസ്ഥ കേരളത്തിൽ നിയമസഭയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് സത്യത്തിൽ ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഓരോ നേതാക്കന്മാരും ഓരോന്ന് പറയും. വെള്ളാപ്പള്ളി അടക്കം ഞങ്ങൾക്ക് കിട്ടിയില്ല, അവർക്ക് കൂടുതൽ. ഇതിനെ നമ്മൾ ഫാക്ട്സ് വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഇതിനെ അളക്കാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ കവലപ്രസംഗത്തിന് പകരം ഇപ്പോൾ പത്രസമ്മേളനം വിളിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആരും അതിലൊരു സ്റ്റാറ്റിസ്റ്റിക്സും കൂട്ടി ചെയ്യുന്നില്ല. കേരളത്തിൽ 140 MLA നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഒരു സമുദായത്തിനും ഇവിടെ 25% കൂടുതൽ പ്രാതിനിധ്യമില്ല. അല്ലെങ്കിൽ 20-25% ഇടയിൽ പ്രാതിനിധ്യം ഉറപ്പായിട്ടുമുണ്ട്. ഇത് കണക്കാണ്, കൃത്യമായ കണക്കാണ്. കാരണം 26% ഇവിടെ ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൽ അതിലൊരു ചെറിയ വിഷയം വരുന്നത് എന്താ വെച്ചാൽ മലബാറിലെ തീയന്മാരെ കൂടി അതിൽ കൂട്ടണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ അത് കൂട്ടിയിട്ട് ആ കണക്ക് പറയുന്നത്, നിയമസഭയിലെ കണക്ക് പറയുന്നത് 25% ഇവർക്ക് 26% ഈഴവ കമ്മ്യൂണിറ്റികൾ, 25% പ്രാതിനിധ്യം അവർക്കുണ്ട്. 28% മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 24% പ്രാതിനിധ്യം.